പ്രേക്ഷകർക്കും നമസ്കാരം. There is a quote that happiness is not a place but a direction. അങ്ങനെയാണെങ്കിൽ ചിരി നൽകുന്ന സന്തോഷത്തിലേക്കുള്ള വഴിയാണ് തീർച്ചയായിട്ടും Once Upon a Time version 2.0. കൂടുതൽ ചിരിക്കുവാനും കൂടുതൽ സന്തോഷിക്കുവാനും പുതുമയുള്ള ഒരു എപ്പിസോഡ് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളേവരെയും ഇന്നത്തെ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ. നമുക്ക് തുടങ്ങാം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഷോയെ സമ്പന്നനാക്കുന്ന the one and only ശ്രീ ജനാർദ്ദൻ സർ. വെൽക്കം ജനാർദ്ദൻ സർ. നമുക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം രമേശ് ഏട്ടൻ. വെൽക്കം രമേശ് ഏട്ടാ. സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഗാംഗുലി. വെൽക്കം ഗാംഗുലി. Welcome. Thank you. How are you? I'm fine. സുഖായിരിക്കുന്നു. സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസിലൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. കുറെ ചെയ്യുന്നുണ്ടല്ലേ ഇടയ്ക്ക്? വെരി ഗുഡ് വെരി ഗുഡ്. സർ, ഇത് ഗാംഗുലി സ്റ്റാൻഡപ്പ് പെർഫോമർ ആണ്. ഗാംഗുലി ജനുവരി അല്ല സർ, ഗാംഗുലി. അപ്പൊ ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യാണ്. സെയിൽസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഒരു പവർ ടൂൾസിന്റെ കമ്പനിയിൽ. വർക്കൊക്കെ ചെയ്യുന്നതിന്റെ തിരക്കിൽ വരുന്നത് അത് നല്ല കാര്യമല്ലേ ജനാർദ്ദൻ ചേട്ടാ? നമുക്കൊരു ഇത്തിരി തമാശയും വർത്താനം പറയാനൊക്കെ ഇടയ്ക്ക് വന്നിരിക്കുന്നതൊക്കെ നല്ല കാര്യം. ഞാൻ ഇടയ്ക്കിരിക്കുമ്പോ ഈ കോവിഡ് സമയത്തോ അല്ലാതെയൊക്കെ ഇരിക്കുമ്പോ സത്യത്തിൽ എപ്പോഴും ഇല്ലെങ്കിൽ ഇടയ്ക്ക് ചില കാര്യങ്ങൾക്ക് ജനാർദ്ദൻ ചേട്ടനെ വിളിച്ചാൽ അങ്ങനെ ചില ആളുകളെ വിളിക്കുമ്പോൾ നമ്മള് 1, 2, 3 മാറ്റർ പറയുക, ഫോൺ വെക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ജനാർദ്ദൻ ചേട്ടൻ അങ്ങനെയല്ല. നമ്മൾ വിളിച്ച ഫോണിൽ വർത്താനം പറയാൻ നല്ല രസമുള്ള ഒരാളാണ്. ഒരു വിഷയം കഴിഞ്ഞാൽ അടുത്ത വിഷയം, അടുത്ത വിഷയം കഴിഞ്ഞാൽ അടുത്ത വിഷയം, അങ്ങനെയൊക്കെ വർത്താനം പറയുന്ന വേറെ ഒരു പണിയില്ല കേട്ടോ. വേറെ ഒരു പണിയില്ല. അതായത് ഇപ്പോ ഈ പുതിയ ജനറേഷൻ വന്നതോടുകൂടി നമ്മളെ ഒന്നും വേണ്ട. അച്ഛനില്ല, അമ്മയില്ല, അമ്മാവനില്ല, അളിയന്മാരില്ല, ചേട്ടന്മാർ അങ്ങനെയൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് പണമില്ലാതെ വീട്ടിലിരിക്കുമ്പോ നമുക്കൊരു ഭയങ്കര ഒരു സൊലൈസാണ് ഈ ഉഷാരിനെ പോലുള്ള ആളിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെക്കുകയല്ല. കാരണം അത്രയെങ്കിലും നമുക്ക് സന്തോഷമുള്ള സമയം, അത്ര സമയം ഞങ്ങൾക്ക്. പക്ഷെ അതിനേക്കാളും വലിയ സന്തോഷമാണ് നമുക്ക് ഓരോ സിനിമയില് ഈ നമ്മൾ എത്ര സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് നമ്മളോട് ഇവര് മിണ്ടുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കോവിഡ് സമയത്തൊക്കെ വിളിക്കുമ്പം ഒരു 5 മിനിറ്റ് അല്ലെ 6 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മിണ്ടിയിട്ട് ഫോൺ വെച്ചാൽ കുറച്ചു നേരം നമുക്കൊരു വലിയ ആത്മാഭിമാനമാണ്. നമുക്ക് നമ്മൾ ആരൊക്കെയോ ആയി എന്നൊക്കെ ഒരു തോന്നലുണ്ടാകാൻ വെറുതെ ഒരു 10 മിനിറ്റ് ഇതുപോലുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ മതി. അതൊരു വലിയ ഭാഗ്യമാണ്. തിരിച്ചു അത് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് പരസ്പര സഹായസൊക്കെ പറയുന്നത്. രമേശേട്ടൻ കുറച്ചു മുൻപ് ഇതിനിടയ്ക്ക് സാറിന്റെ ജനു ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടു. ജനു ചേട്ടാ, ഞാൻ വേറെ കേട്ടിട്ടുള്ളത് പ്രേം പ്രകാശ് സാറ് ജനാർദ്ദൻ സാറിനെ അതെ എന്റെ പ്രിയപ്പെട്ട ജനു എന്ന് വിളിച്ച് സംസാരിക്കുന്നതൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമായിട്ട് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതുപോലെ നല്ല സൗഹൃദങ്ങൾ സിനിമാ മേഖലയിൽ വേറെ ആരൊക്കെ ആയിട്ടാണ് അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷെ അവൻ എന്നെ കാര്യം മൂത്തതായിട്ടോ അങ്ങനെ വിചാരിക്കണ്ട. എന്റെ കാര്യം പഠിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സാധാരണ പഠിക്കുന്ന പോലെ ഇങ്ങനെ പഠിച്ചത്. അങ്ങനെയൊന്നുമല്ല. പ്രീ യൂണിവേഴ്സിറ്റിക്ക് തോറ്റ് കുഞ്ചി ഓടിച്ച് പൈക്കഡാസ് കോളേജ് എന്ന് പറഞ്ഞ കോളേജില് കോട്ടയത്ത് പഠിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ട്യൂട്ടോറിയൽ കോളേജ് പഠിച്ചാണ്. അങ്ങനെയാണ്. ട്യൂട്ടോറിയൽ കോളേജല്ല. അത് വെച്ച് ഞാൻ എന്റെ വഴി പോയി. ഞാൻ ഇവരൊരു ബിസിനസ്സുകാരനാണ്. ഇവര് പണ്ട് മുതലേ അപ്പോരപ്പന്മാര് തൊട്ടിട്ട് തേയിലയുടെ വലിയ ബിസിനസ് ഉള്ള ആളുകളാണ്. അവരും സിനിമയുടെ ഒന്നും ഒരു ആവശ്യമില്ല. ഇഷ്ടംപോലെ കാശുണ്ട്. രസം നല്ലതുപോലെ പാടും. അവൻ കറിയാച്ച് അസറായിട്ട് പാടും. ഈ ജനു എന്നുള്ള വിളി ആരാണ് ആദ്യം വിളിച്ചത്? എനിക്ക് അച്ഛനും അമ്മയൊന്നും അല്ലേ, വേറെ നമ്മുടെ കൂട്ടുകാരായിട്ട് കയറി വിളിച്ചതാണ്. സാറിനിപ്പോ വീട്ടിൽ അച്ഛനും അമ്മ എന്താ വിളിച്ചിരുന്നത്? എന്നെ ജനാർദ്ദനെ വിളിക്കും. കാരണം അന്ന് ഇതുപോലത്തെ ചെല്ലപ്പേര് വിളികളൊന്നും ഇല്ല. അത്ര ചെല്ലപ്പേരൊന്നുമില്ല. പിന്നെ അച്ഛൻ വിളിക്കാതെ എടാ കഴകത്താകാത്തവരെ എന്ന് വിളിക്കാറുണ്ട്. കുരുത്തക്കെട്ട നമ്മളിവിടെ കുരുത്തക്കെട്ടവരെ എന്ന് പറയുന്നത് അച്ഛൻ പറവക്കാരനാണ്. അവിടെ ഈ ഭാഷയാണ് കഴകത്താകാത്തവർ ഗുണം പഠിക്കരുത്. ഓക്കെ, അപ്പൊ ഗാംഗുലി പെർഫോമൻസിൽ കിടക്കുവാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഗാംഗുലി എന്നാണ്. എൻ്റെ പേരിനെ പറ്റി പറയുമ്പോൾ എൻ്റെ വീട്ടുകാരെന്നെ ചതിച്ചായിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാനൊരു യൂട്യൂബിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാനൊരു യൂട്യൂബ് അഡിക്റ്റഡ് പേഴ്സണാണ്. അതായത് ഡെയിലി രാവിലെ എഴുന്നേറ്റ് യൂട്യൂബിൽ റീൽസ് നോക്കി ചേച്ചിമാരുടെ തുള്ളിക്കളി കണ്ടില്ലെങ്കിൽ എനിക്ക് രാവിലെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല. അതുപോലെ യൂട്യൂബിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. യൂട്യൂബിൽ നമുക്ക്
പല പല കാര്യങ്ങളും കിട്ടും. അതായത് നമുക്ക് ജോലി വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കിട്ടും. ഹൗ ടു ഫൈൻഡ് എ ജോബ് എന്ന് നമുക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കുറേ വീഡിയോസ് വരും, കുറേ സജഷൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ അതിൽ 2-3 പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് നോക്കണ തന്നെ ജോലിയായിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് ഗേൾ ഫ്രണ്ടിന് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ യൂട്യൂബിൽ കിട്ടുമ്പോൾ നമുക്ക് ഹൗ ടു ഫൈൻഡ് എ ഗേൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ യൂട്യൂബ് 2-3 സജഷൻസ് പറയും. ആദ്യത്തെ 3 സജഷൻ വായിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ട് ഞാൻ നിർത്തി. യൂട്യൂബ് പറയുവാണ് നമ്മൾ ഹാൻഡ്സം ആയിരിക്കണം, നമ്മുടെ കയ്യിൽ പൈസ വേണം, പിന്നെ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം. ഇത് 3 ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് സായിപ്പ് ഉണ്ടാക്കിയ ഭൂതമേ നിന്നോട് ഒന്ന് കെഞ്ചിന്ന് ഞാൻ യൂട്യൂബിനോട് തന്നെ ചോദിച്ചു. അതുപോലെ യൂട്യൂബിൽ നമ്മൾ പല സാധനങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉദാഹരണത്തിന് എൻ്റെ അപ്പൂപ്പൻ്റെ നിക്കർ അഴയിൽ അലക്കിയിട്ടിരിക്കുമായിരുന്നു, അത് കാണാണ്ട് പോയി. അപ്പോൾ അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നിക്കറാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് കളയാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനും കൂടെ യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു ഫൈൻഡ് അപ്പൂപ്പൻ നിക്കർ എന്നടിച്ച് നോക്കി. അപ്പോൾ യൂട്യൂബ് 10 വഴി കാണിച്ചു തന്നു. അതിൽ 10 വഴി ഞങ്ങൾ പോയി നോക്കി, പക്ഷെ ഒരു വഴി തെറ്റിപ്പോയി. അപ്പൂപ്പൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ഓടി, പക്ഷേ അപ്പൂപ്പൻ ഓടിയില്ല, കാരണം അപ്പൂപ്പൻ ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ മറന്നു. അപ്പൂപ്പനൊരു തെങ്ങയെ തളപ്പിട്ട് കെട്ടി വെച്ചിരിക്കും. പിറ്റേ ദിവസം ഞാൻ അമ്മുമ്മയായിട്ട് വന്നാണ് അപ്പൂപ്പനായിട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് വെറുപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതായത് യൂട്യൂബിൽ ചെയ്ത് കണ്ടന്റൊക്കെ തീർന്നിട്ട് ലാസ്റ്റ് അവർ കല്യാണം കഴിക്കും. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവർ നോക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും നല്ല കണ്ടം നോക്കും. കണ്ടം നോക്കിയിട്ട് ആ കണ്ടത്തിലായിട്ട് ചാടിയിട്ട് കണ്ടത്തിൽ കിടന്നിങ്ങനെ മറിയും. മണ്ണിരക്ക് വരെ വെറുപ്പിക്കൽ വന്ന് മണ്ണിരായി കുറ്റെന്ന് പറഞ്ഞിട്ട് മണ്ണിര പോകും. എന്നാലും ഇവർ പോകത്തില്ല. നമ്മളെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സേവ് ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഫുള്ള് ബ്ലോഗ് എന്ന് വെച്ചാൽ കല്യാണത്തിന് പെണ്ണ് കാണുന്ന ബ്ലോഗ്, ഡ്രസ്സ് എടുക്കാൻ പോണ ബ്ലോഗ്, അങ്ങനെ മൊത്തം ബ്ലോഗ്. പക്ഷെ ഞാൻ ഒരുപാട് പ്രതീക്ഷ ഫസ്റ്റ് നൈറ്റിൻ്റെ ബ്ലോഗ് മാത്രം അവൻ കാണിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ആ പെണ്ണങ്ങ ഗർഭിണിയായ തീർന്നു കേട്ടോ. പിന്നെ അവൻ ഡെയിലി വരും, ഹലോ ഗായ്സ് ഇന്നെൻ്റെ കുഞ്ഞാറ്റ ഗർഭിണിയായി ഗായ്സ്, ഇന്നെൻ്റെ കുഞ്ഞാറ്റ ഛർദ്ദിച്ച് ഗായ്സ്. അത് കഴിഞ്ഞ് പിന്നെ അവന് വയറിൻ്റെ അളവൊക്കെ എടുക്കാൻ തുടങ്ങി. ഹലോ ഗായ്സ് ഇന്നെൻ്റെ ഭാര്യയുടെ വയറ് 2 ഇഞ്ച് വലുതായി ഗായ്സ്, ഇന്നത്തെ 1 ഇഞ്ചേ വലുതായുള്ളൂ ഗായ്സ്. അങ്ങനെ ഡെയിലി അവൻ അളവെടുക്കാൻ തുടങ്ങും. നീ ആ പെണ്ണങ്ങ പ്രസവിച്ചു കഴിഞ്ഞാൽ പോലും ഇവൻ വിടത്തില്ല. ഓ ചതിച്ച് ഗായ്സ്, ഞാൻ പ്രതീക്ഷിച്ചത് ആൺകൊച്ചാണ്, എനിക്ക് കിട്ടിയ പെൺകൊച്ചാണ് ഗായ്സ്, ചതിച്ച് ഗായ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ എടുക്കും. അതിനുമുമ്പ് ഇവൻ്റെ ശല്യം കൊണ്ട് ഞാൻ യൂട്യൂബിൽ 2-3 ദിവസം കയറിയില്ല. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ കയറിയപ്പോണ്ടല്ലോ ഇവൻ യൂട്യൂബിൽ കിടന്ന് കരയുക, പോയി ഗായ്സ് കുഞ്ഞാറ്റ പോയി ഗായ്സ്, എന്നെ ഇട്ടിട്ട് കുഞ്ഞാറ്റ പോയി ഗായ്സ് എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് കരയുക. ഞാൻ ഓർത്ത് ഇവൻ്റെ ശല്യം കൊണ്ട് ഇവൻ്റെ ഭാര്യനെ ഇവൻ ഇട്ടിട്ട് പോയിരുന്നു. അതൊന്നുമല്ല, 9ാം മാസം ഇവൻ്റെ ഭാര്യനെ വീട്ടിൽ കൊണ്ടുപോകാനാണ് ഇവൻ കിടന്ന് യൂട്യൂബിൽ കിടന്ന് കരയണം. അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൻ്റെ ഭാര്യയുടെ വീട് ചന്ദ്രനിലാണ്, ഇവൻ അങ്ങോട്ട് എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ബ്ലോഗേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. അവരെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഞാൻ അവരെന്നെ കൊണ്ട് കാണാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് യൂട്യൂബിൽ, പല പല രാജ്യങ്ങൾ. പക്ഷേ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ പെട്ടുപോയി. അവർ സ്വന്തം വീട്ടിൽ തന്നെ ബ്ലോഗ് എടുക്കാൻ തുടങ്ങി. ബ്ലഡ് റൂം ബ്ലോഗ്, അടുക്കള ബ്ലോഗ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുക്കള ബ്ലോഗാണ് ഗൈസ്. നോക്ക് ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ അമ്മയുടെ അടുക്കള. വാവ് ഗൈസ്, നോക്ക് ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ അമ്മയുടെ ചട്ടകം. അമ്മ മുതുക് ചൊറിയാനും പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഗൈസ്. അങ്ങനെ അതുപോലെ ഈ എൻ്റെ അമ്മക്ക് പക്ഷേ യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ വീട്ടിൽ കറിയില്ലെങ്കിൽ ഞാൻ ചോട്ടുപാത്രം തിന്നിട്ടടിച്ച് കരയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പച്ചച്ചോറാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ നേരെ യൂട്യൂബ് എടുത്തിട്ട് ഫുഡ് ബ്ലോഗ് ഇഷ്ടപ്പെട്ട കറിയുടെ വീഡിയോ എടുക്കും, അത് നോക്കിയാൽ പച്ചച്ചോറ് വാഴത്തിന്. അതുകൊണ്ട് എൻ്റെ അമ്മക്ക് യൂട്യൂബിൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ കയറിയപ്പോഴാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതായത് പല പല ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ കയറിയപ്പോഴാണ് ഈ ചെയിൻ സ്നാച്ചേഴ്സിൻ്റെ വീഡിയോ ട്രെൻഡിങ്ങിൽ കിടക്കുന്നത്. ആരാണിത് കേട്ട് പഠിക്കണം എന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെന്തായാലും സ്വർണ്ണത്തിന് വേണ്ടിയാണ് ഓടണം. ഇവരെ ഒളിമ്പിക്സിൽ ഒഴിച്ചാൽ ഇന്ത്യക്ക് ഇതിൽ കൂടുതൽ സ്വർണ്ണം കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ പിള്ളേർക്കാണല്ലോ ട്രിപ്പൊക്കെ ഉള്ളത്. ഞങ്ങളുടെ കാലത്ത് പിക്നിക്ക് മാത്രമേ ഉള്ളൂ. അത് പിക്നിക്കിന് പോകണമെങ്കിൽ തന്നെ ടാസ്ക്കാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഉപ്പ് മേടിച്ചുകൊണ്ട് വേണം നമ്മൾ പിക്നിക്കിന് പോകാൻ. അപ്പോൾ അച്ഛൻ്റെ ഉപ്പ് മേടിക്കാൻ സുഖമാണ്, കാരണം അച്ഛൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചാൽ അച്ഛൻ കിഡ്നി വരെ പണയം വെക്കാൻ തരും. പക്ഷേ അന്ന് കിഡ്നി പണയം വെക്കാൻ എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അച്ഛനോട് ഉപ്പ് ചോദിച്ചു. അപ്പോൾ കയ്യിൽ നിന്ന് 600 രൂപ പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ മേലോട്ട് നോക്കി ഇരുന്നപ്പോഴാണ് അമ്മ പെട്ടെന്ന് പറഞ്ഞത്, പിക്നിക്ക് കിട്ടാൻ പിള്ളേരൊക്കെ തട്ടിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ നോക്കി ഒരു നെടുവീർപ്പിട്ടിട്ട് ഒരൊറ്റ ഒപ്പം കണ്ടിട്ട്. അപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുരുത്തക്കേട് കാണിക്കുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ നെടുവീർപ്പിടാറുണ്ട്. കൊച്ചിൽ എനിക്കത് മനസ്സിലായില്ല, പക്ഷേ ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് അച്ഛൻ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ആ തണുപ്പത്ത് ലീവ് എടുത്ത് വീട്ടിൽ വരണ്ടായിരുന്നു എന്ന് നോക്കിയിട്ടാണ് അച്ഛൻ നെടുവീർപ്പിട്ട് ഒരൊറ്റ ഒപ്പം കണ്ടിട്ട് വരുന്നത്. അതുപോലെ അമ്മയുടെ ഞാൻ പെർമിഷൻ മേടിക്കാൻ ചെല്ലുമ്പോൾ അമ്മ എപ്പോഴും പറയും, ഈ വാതിൽ കൊണ്ട് പുറത്തിറങ്ങിയാൽ പിള്ളേർ നശിച്ചു പോകും. ട്രിപ്പിന് ഈ പിക്നിക്കിനൊക്കെ പോകാൻ തോന്നുന്നത് പിള്ളേരുടെ ഈ ചീത്ത സമയത്താണ്, പിള്ളേർ നശിച്ചു എന്നാണ് എൻ്റെ അമ്മയുടെ അഭിപ്രായം. അതായത് അമ്മ എപ്പോഴും പറയും ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ചീത്തയായി പോകുന്നു. അതായത് ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കണം മത്തിയും സോഫ ഇരിക്കണം ഞാനും ഒരുപോലെ തന്നെയാണ്. 2 ഡോർ തുറന്ന് പുറത്തിറങ്ങിയാൽ ചീത്തയായി പോകുന്നതാണ് എൻ്റെ അമ്മ പറയുന്നത്.
ഞാൻ ഈ പിക്നിക്കിനൊക്കെ പോണത് എൻ്റെ വീട്ടിലെ രാവിലത്തെ പുട്ടിന്ന് ഉച്ചക്കുള്ള ഈ അരച്ചൂട്ട് കറിയുന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, 2 പേരാണ്. അവർ ഭയങ്കര ഫാൻസാണ്. ഒരുത്തന്നെ സ്പീക്കർ എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ്, ഒരുത്തന്നെ ബസ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ്. അതായത് ഇപ്പോൾ 1 കിലോമീറ്റർ ദൂരെ കൂടെ ഒരു ബസ്സിൽ പാട്ടിട്ട് പോയാലും അവൻ പറയും ആ ബസ്സിലെ സ്പീക്കർ എത്ര ഉണ്ട്, അത് എത്ര ഇഞ്ചാണെന്നൊക്കെ അവൻ പറയും. വേറൊരുത്തൻ്റെ ഒരു ബസ്സിൻ്റെ ഹോണിട്ട് കേട്ടാൽ പറയും അതേത് ബസ്സാണ്, അതിൽ ഓടിക്കണത് ആരാണ്, ആ ബസ്സിൻ്റെ ബമ്പർ എങ്ങനെയാണ്, അതിൻ്റെ ബാക്ക് എങ്ങനെയാണെന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് തന്നെ പറയും. ഇപ്പോൾ യുവമാരോട് എനിക്ക് ബസ് സ്റ്റാൻഡിലൊക്കെ പോയിരിക്കാൻ പേടിയാണ്. കാരണം ഒരു ബസ്സും പോയി ഒരു ചേച്ചിയും പോയി യുവമാർ തുടങ്ങും, അത് 2 ഇഞ്ചാണ്. അതിൻ്റെ ഫ്രണ്ട് കണ്ട, അതിൻ്റെ ബമ്പർ കണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ യുവമാർ അപ്പം തുടങ്ങും. അപ്പോൾ ഈ യുവമാർ ചെറുതാണ്, ഞാനാണ് വലുത്. ഇപ്പോൾ ഈ ചേച്ചി എന്നെയാണ് നോക്കണത്, വല്ലു പറഞ്ഞിട്ടാണ് ഞാനവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൊച്ചിലോട്ട് എനിക്ക് ഇവന്മാരുടെ വായി നോക്കിയിരിക്കലാണ്, ഇവന്മാരുടെ വായിന്ന് എന്തുകൊണ്ടോ അത് നോക്കിയിരിക്കലാണ് എൻ്റെ പണി. ഇവന്മാർക്ക് പാഷനൊക്കെ ഉള്ളതുകൊണ്ട് ഒരുത്തം വലുതായപ്പോൾ അവന് ഈ സ്പീക്കറൊക്കെ റെഡിയാക്കണ ഒരു ഇലക്ട്രോണിക്സ് മെക്കാനിക്കായി, മറ്റവൻ ബസ് ഡ്രൈവറായി. ഇവന്മാരുടെ വായി നോക്കിയിരുന്ന ഞാൻ ഈ യൂട്യൂബേഴ്സിൻ്റെ വായി നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. താങ്ക് യു. ഗാംഗുലി നന്നായിരുന്നു. താങ്ക് യു. ഗാംഗുലി സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ജനാർദ്ദനൻ സാറ് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവാണ്. സാറിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആരോ എന്നാ ചതിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര രസമുള്ള പോസ്റ്റുകൾ. ഞാൻ ഒരു പ്രാവശ്യം ഇത് കണ്ടുപിടിച്ചു, എൻ്റെ മോളൊരു പരിപാടി ചെയ്തു. അപ്പൊ അത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അന്ന് സ്റ്റോപ്പ് ചെയ്തു. അത് 2 കൊല്ലത്തിന് മുമ്പാണ്. അത് പിന്നെ ഒരു സംഭവമില്ല. പക്ഷേ എനിക്കൊരു സാധനമുണ്ട്, പക്ഷെ അത് എൻ്റെ പേരിലല്ല, ഞാൻ വേറെ കള്ളപ്പേര്. പക്ഷെ ഞാനത് യാതൊരു ഫോളോ അപ്പ് ചെയ്യാറില്ല. എനിക്കറിയാം, സംഭവങ്ങളെല്ലാം അറിയാം. പക്ഷെ ഒരു സാധനമുണ്ട്, പക്ഷെ ഇവള് ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ ആരെ ഫോളോ ചെയ്യുന്നതിന്റെ പേരിലൊരു പേജ് ഉണ്ട്. ആണോ? അതെ അതെ അതെ. പോസ്റ്റ് ഒക്കെ ഇടയ്ക്ക് മാനേജ് ചെയ്യുന്ന പേജാണ്. ചെയ്യരുത് പറഞ്ഞാണ്, ചെന്നിട്ട് വേണം ബാക്കി. പക്ഷെ ജനാർദ്ദനെ ഫോളോ ചെയ്ത് നീ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലേ? അതിലൊരു പോസ്റ്റ് ഭയങ്കര രസമായിരുന്നു. നമ്മുടെ മമ്മൂക്ക ഒരിടയ്ക്ക് ഒരു അടിപൊളി ഫോട്ടോ ഇട്ടായിരുന്നു. അദ്ദേഹം ഹെൽത്ത് ക്ലബിൽ പോയി നിന്നിട്ടുള്ള കോവിഡിന്റെ ഇടയിൽ. അപ്പൊ ആ ഫോട്ടോയില് സാറിന്റെ ഫേസ് ഇങ്ങനെ അല്ല പിന്നെ എന്നോടാണോ കളി എന്നൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടായിരുന്നു പേജില്. പക്ഷെ ഭയങ്കര രസമുള്ളൊരു പോസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര ഹ്യൂമർ സെൻസ് ആയി ഫീൽ ചെയ്തു. അത് മോള് ഹാൻഡിൽ ചെയ്യുന്ന പേജാണ്. വാട്സാപ്പിൽ വന്നത് വേറെ ആരും എടുത്തിട്ടതാ. എന്തായാലും അതും വിശ്വസിച്ച് ഡയാന നടപ്പുണ്ട്. എനിവേ ഗാംഗുലി, ഞാൻ നിന്റെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ നമ്മള് കള്ളലക്ഷണം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നിനക്ക് നല്ലോണം ഉണ്ട്. അല്ലല്ല, ഇതിന്റെ ഒരു യഥാർത്ഥ നിർവചനം നീ ഇത് പറയുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പൊ ഞാനാണ് യൂട്യൂബ് നോക്കി, നമ്മളവിടെ ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് നോക്ക്, നമ്മളെ ഈ സാധനം ഒത്ത് എന്നാ അടുത്തത് എടുക്കാം, പിന്നെയും പറയും, പിന്നെ ഒത്തോ എന്ന് പറഞ്ഞ് നോക്കുന്ന ഒരു നിപ്പും പറച്ചിലും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഒരു തവണ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ 1500 എപ്പിസോഡ് കണ്ട് കഴിഞ്ഞിട്ടോ പല പല കോമഡി പരിപാടികളും കാര്യങ്ങളൊക്കെ. ഈ വ്ളോഗേഴ്സ് ഇത് തുടങ്ങിയിട്ട് ഒരു 15 എണ്ണം കഴിയുമ്പോൾ ഈ കണ്ടന്റ് തീർന്നു പോകും. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സമൂഹം ഇപ്പോൾ പ്രോ ആക്റ്റീവ് ആണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയും. വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് നോക്കും, അതിന്റെ താഴെ ഒരാൾ വന്ന് എന്തിനെങ്കിലും കുറിച്ചൊരു അഭിപ്രായം പറയും, ആ അഭിപ്രായത്തെക്കുറിച്ച് മറ്റൊരാൾ അഭിപ്രായം പറയും, ഈ 2 അഭിപ്രായവും ചേർത്ത് 3ാമൻ അഭിപ്രായം പറയും. എന്തായാലും ആരോ എന്തോ ചെയ്യണം. ഇതിനെ കുറിച്ചാണ് നമ്മൾ, മറ്റുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൂടുതലും. ആശയങ്ങളെ കുറിച്ചുള്ള സംസാരം വളരെ കുറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ അവിടെ താൻ പറഞ്ഞ വിഷയം വളരെ റെലവെന്റ് ആണ്. നമ്മൾ പലതരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇതിനു വേണ്ടി താൻ അവസാനം പറഞ്ഞു പാഷനായിട്ടുള്ള സ്പീക്കറിന് പുറകെ ഇരുന്നവൻ അതിന്റെ പുറകെയും പോയി, ബസ്സിന്റെ ആള് ബസ്സിന്റെ പുറകെയും പോയി, ഞാനിപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തമാശ പോലെയാണ് പറഞ്ഞെങ്കിലും അതിലൊരു വലിയ കാര്യമുണ്ട്. അത് വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. തന്റെ പ്രകടനം ഗംഭീരമായിരുന്നു. ഈ നുറുങ്ങ്, അതായത് തമാശയുടെ നുറുങ്ങുകൾ തോന്നി. നമ്മള് കോമഡി ചെയ്യും, മറ്റേ ചെയ്യും, തമാശകൾ വരുന്ന ആളുണ്ട്, മറ്റേ. പക്ഷേ ഈ കൊച്ചു സംഭവങ്ങള് തമാശ രൂപയുടെ പറയുന്ന ഒരു പുതിയ സംഭവമാണ്. അതിനകത്ത് നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ എടുത്തിട്ട് അതിനെ ഒരു ചെയിനാക്കി, അത് ഒരു പുതിയ ഒരു സംഭവമാണ്. നന്നായിട്ട്. Welcome our next stand-up comedian. We have Prajesh Verma from Palakkad. Welcome Prajesh.
വെൽക്കം. താങ്ക് യു. How are you? ഫൈൻ. സർ, ഇത് പ്രജീഷ്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. രമേശേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. കണ്ടതിൽ ഒരു മിമിക്രി ലെജൻഡിനെയും അതുപോലെ തന്നെ ആക്ടിംഗ് ലെജൻഡിനെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, നമുക്ക് പോയിരിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് പ്രജീഷ്. എല്ലാവർക്കും നമസ്കാരം. രമേശേട്ടാ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പ്രേമ നൈരാശ്യം കൊണ്ട് ചിലവരൊക്കെ വലിയ സിനിമാ നടന്മാരാവും, ചിലരൊക്കെ വലിയ ഗായികമാരാവും, ചിലരൊക്കെ വലിയ ഗായികമാരാവും. പക്ഷേ വളരെ ചുരുക്കം പേരെ മിമിക്രി കലാകാരന്മാരാവാറുള്ളൂ. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇങ്ങനെ കോട്ടും ഇതൊക്കെ ഇട്ട് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തുടക്കം പ്രേമം എന്തിനാണ് ചേട്ടാ, പ്രണയം എന്തിനാണ് ചേട്ടാ, ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് നല്ല അസലായി വായി നോക്കിക്കൂടെ, അതിന്റെ സുഖമൊന്നും വേറെ ഒന്നും കിട്ടില്ല എന്ന് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ടിട്ടിരുന്നു. ഏകദേശം ഒരു 7-8 വർഷം മുമ്പ് എനിക്ക് അതുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നല്ല അസലായി പാലക്കാട് വള്ളിയോട് സെന്റ് മേരീസ് പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായ നോക്കിയും പ്രണയിച്ചും കൊണ്ടുപോയ ആ കാലഘട്ടം, അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ആൺകുട്ടികൾ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എങ്ങാനും ഇങ്ങനെ കടന്നു പോകണ്ടെന്ന് കരുതാ. അതിങ്ങനെയായിരിക്കും, യാ കണ്ടാ നീ ഇന്നലെ എന്താ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ തമ്മിലുള്ള കളി ഒരു രക്ഷയില്ല അല്ലേ, എന്താണ്ടത് ഇങ്ങനെ. ഞങ്ങൾക്ക് ഒരു ടിപ്പിക്കൽ കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം വായനോട്ടം എന്നത് ഒരു കലാരൂപമായിട്ട് കലാമണ്ഡലത്തിലെങ്കിലും അംഗീകരിക്കണം എന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെയധികം പ്രത്യാശത്തോടുകൂടി ഇരുന്ന ഒരു കാലഘട്ടമാണത്. പിന്നീട് ഈ പഠിക്കുന്ന സമയത്ത് പ്രേമിക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യത്തെ വർഷം തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ കുട്ടിയുടെ ഫോട്ടോ അച്ഛനെ കൊണ്ടേ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ തോളത്ത് കെട്ടിയിട്ട് പൊളിച്ചു. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് നേരെ അങ്ങോട്ട് 3-4 വർഷം നിർത്താതെ അങ്ങോട്ട് പ്രേമിച്ചു. അച്ഛൻ്റെ പൊളിക്കൽ കൊണ്ടാണോ എൻ്റെ ആത്മാർത്ഥത കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, കൃത്യം 4ാമത്തെ വർഷം അവൾ വേറൊരാളെ കെട്ടിയിട്ട് പോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അച്ഛനോട് ഞാൻ ഈ പ്രേമിച്ച പെണ്ണിന്റെ കാമുകിയുടെ ഫോട്ടോ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക, സങ്കടത്തോടെ ഇരിക്കുക. അച്ഛൻ തോളത്ത് വന്നിട്ട് പിന്നെയും തട്ടിയിട്ട് പറയാ, പൊളിച്ചു. എന്താ കാര്യം ചോദിച്ചപ്പോ ചെക്കനും പെണ്ണും പൊളിച്ചു. ഞാൻ എഴുന്നേറ്റ്, നിങ്ങളൊരു മനുഷ്യനാണ്, 3-4 വർഷം എന്നെ ഈ മറ്റേ ഇത്രയും ഓവർ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്നെ കോളേജിലേക്ക് വിട്ട നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണ് ചോദിച്ചപ്പോട്ടാ, 3 വർഷം നീ അങ്ങനെയെങ്കിലും ഒന്ന് കോളേജിൽ പോട്ടെ പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ തോളത്ത് കെട്ടിയിട്ട് വിട്ടാക്കിയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഈ അച്ഛനെ കൊണ്ട് ചില സമയത്ത് ഉപദ്രവമുണ്ടെങ്കിലും ചില സമയത്ത് ഉപകാരമുണ്ട്. കാരണം അച്ഛൻ പഴയ എക്സ് മിലിറ്ററിയാണ്. അതുകൊണ്ട് എല്ലാ മാസവും ആൾക്ക് കിട്ടും. അത് തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വെള്ളമടിക്കാറില്ല, ഞാൻ ഒന്നും ചെയ്യാറില്ല, ഡീസൻ്റ് ആണ്. അച്ഛനും കഴിക്കാറില്ല. അതുകൊണ്ട് ഇത് ഈ മറിച്ച് വെക്കുന്ന പരിപാടി അത് ഞാനാ ചെയ്തുകൊണ്ടിരിക്കണം. നമ്പർ ഒന്ന് തരണേ. തീർച്ചയായും രമേശ് ചേട്ടന് എന്തായാലും ഞാൻ തന്നിരിക്കും. ഓക്കെ, അപ്പൊ ഈ എല്ലാ മാസവും കൃത്യം 1-ാം തീയതി എന്നെ ഓർമ്മിപ്പിക്കുന്ന സമൂഹത്തിലെ വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അത് വളരെയധികം വിശിഷ്ട അതിഥികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിന് ഈ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, ഗസറ്റഡ് ഓഫീസർമാർ അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെയും കൂട്ടി ഒരു ഗസറ്റഡ്, അതായത് നമ്മുടെ വടക്കഞ്ചേരി SP ഓഫീസിലാണ് ഞാൻ പോയ സമയത്ത് അവിടെ 3 മണിക്ക് ശേഷം ഒരു 10-26 പിള്ളേർ നിരക്കനങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏറ്റവും പുറകിൽ പോയി നിന്നു. എടാ നീ ഇവിടെ നിന്നോ, കാരണം ഇവരുടെയൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിർത്തി. ഞാൻ തൊട്ടടുത്തുള്ള ഒരു ബെഞ്ചിലിരുന്നു. ഈ ബെഞ്ചിലിരുന്ന വഴിയും SP ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് നേരെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് എന്നെ വിളിച്ചു, പ്രജീഷ് അല്ലേ, എഴുന്നേൽക്കേ എന്ന് പറഞ്ഞു. എന്താ സാർ? ഞാൻ ആകെ പേടിച്ചു. എനിക്ക് കഴിഞ്ഞ വല്ല വേലയ്ക്കുണ്ടായ വല്ല പ്രശ്നമോ അടിയോ വല്ലതൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കും കിട്ടില്ല ഇവനും കിട്ടില്ല, ആകെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയ സമയത്ത് ഡോറ് തുറന്ന വഴിയും, എന്താ നീ ഇവിടെ, എന്തിന്റെ ആവശ്യം? SP സാറേ, എല്ലാ മാസവും 1-ാം തീയതി വിളിക്കണം. എന്താ ഇവിടെ നീ? ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നീ അത് കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കേ, എന്താ കാര്യം? അല്ല സാർ, അവൻ ഏറ്റവും ബാക്കിൽ നീ ഇങ്ങോട്ട് കയറി നിൽക്ക്, നീ 1-ാം തീയതി എന്നെ എല്ലാ ദിവസവും സഹായിക്കണം എന്നെ, ഞാൻ ഈ ഒരു അറ്റസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് കയറി നിൽക്ക്. ഞാനിങ്ങനെ നടന്നു പോയിട്ട് എൻ്റെ കൂട്ടുകാരനെ കയ്യിൽ പിടിച്ചിട്ട് സിനിമയിൽ ബാഹുബലി നടന്നു പോണ പോലെ ഒരു ഒറ്റ പോക്ക. ഈ ബാക്കിയുള്ള 23 പേരുതാ വലിയ ഹോൾഡുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ ഇതേ നോട്ടം പിന്നെയും. ഞാൻ ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു കൊടുക്കൽ വാങ്ങൽ പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം എന്നുള്ളത് പറഞ്ഞു.
അച്ഛനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പോൾ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് അടിക്കും. അമ്മ ഭയങ്കര സീരിയൽ പ്രാന്തിയ. എങ്ങനെയാന്ന് വെച്ചാൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് സീരിയൽ അഭിനയിക്കുന്നവരെക്കാളും ഭാവങ്ങൾ മാറി മറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അത് അമ്മയ്ക്ക് മാത്രമുള്ളൊരു കുഴപ്പമല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് പാലക്കാട് ടിപ്പിക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്. പ്രത്യേകിച്ച് ഈ സീരിയലിലെ നടിമാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ അമ്മയ്ക്ക് ഭയങ്കര അങ്ങോട്ട് വിഷമമാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ചന്ദനമഴയിൽ അമൃത എന്ന് പറയുന്നൊരു സ്ത്രീക്ക് നാളെ പ്രസവ. അമ്മ എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് വിളിച്ചു വെച്ചിട്ട്, ചേട്ടാ നാളെ നക്ഷത്രം ഒന്നും അറിയില്ല, അമൃത എന്തെങ്കിലും വഴിപാട് കഴിക്കാൻ വല്ല വഴിയുണ്ടോ? ഈ കേൾക്കുന്ന വ്യക്തി എന്താ പറയാ, അറ്റ്ലീസ്റ്റ് അയാൾ പറയണം, ചേച്ചി ഇതൊക്കെ സീരിയൽ നടക്കുന്ന കാര്യമല്ലേ, ഇതൊക്കെ എന്തിനാ നിങ്ങൾ ഈ മറ്റേ തോളത്തെടുത്ത് വെക്കേണ്ട ആവശ്യം അവർ ചോദിക്കണ്ടേ? ആള് പറയണേ, നക്ഷത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എള്ളി തിരിയും നെയ്വിളക്കും രണ്ടും നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ ആള് ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു കണക്ഷൻ. ഈ വർഷങ്ങളുടെ ഇടയിൽ മറ്റൊരു പ്രണയത്തിൽ കൂടി പോയി ഞാൻ ഇടപെടുകയുണ്ടായി. ആ പ്രണയം വേറൊന്നല്ല, നമ്മുടെ റിലേഷനിലെ ഒരു പെൺകുട്ടി തന്നെയാണ്. ആ കുട്ടിക്കാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാവരെയും ഒന്ന് പറത്തനയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രേമം ഇങ്ങനെ ഞങ്ങൾ വീടുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പോകുമ്പോൾ അച്ഛൻ വീണ്ടും വന്നു, തോളത്തൊരു തട്ട്, പൊളിക്കും. അച്ഛൻ്റെ ആ പൊളിക്കല് എനിക്ക് അങ്ങോട്ട് പൊളിയായിട്ട് തോന്നിയില്ല. ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, ഇത്ര പൊളിക്കണ്ട, ഇതൊന്ന് പൊളിയോ നോക്കട്ടെ ഞാനെന്ന് അച്ഛനോട് പറഞ്ഞു. കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പൊളിക്കൽ വീണ്ടും കൂടി, എൻ്റെ ആത്മാർത്ഥത വീണ്ടും കൂടിയതുകൊണ്ട് ആ കുട്ടി വേറെ. ഇതിലൊക്കെ സങ്കടപ്പെട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്തേ അച്ഛൻ വന്നിട്ടേ തോളത്ത് കെട്ടിയിട്ട് പറയണ്, പോട്ടെ, ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ പെണ്ണിന്റെ കല്യാണത്തിനേ നമുക്ക് പോകാൻ പറ്റിയില്ല. ഇവളുടെ കല്യാണം, ഇവൾ ഒന്നാമത് നമ്മുടെ റിലേഷനാണ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട്, ഉണ്ടിട്ട് വന്നാൽ മതി, നീ പോവിടുന്നതെന്ന്. ഞാൻ എഴുന്നിട്ട്, നിങ്ങൾ എന്ത് മനുഷ്യനാ നിങ്ങൾ? ഒരാളെ എങ്ങനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഊണ് കഴിക്കാനാ വിളിക്കുക? ഞാൻ റിസപ്ഷന് പോവാന്ന് പറഞ്ഞു അവരോട്. അത് കഴിഞ്ഞിട്ട് റിസപ്ഷന് നേരെ പോയി അവിടെ കിടന്നൊരു മൈക്ക് എടുത്ത് മൈക്കിലൂടെ 2 മിമിക്രി ആർട്ടിസ്റ്റുകളെയും കാണിച്ച് അവളോടുള്ള പ്രതിഷേധവും കാണിച്ചിട്ടാണ് ഞാൻ അന്ന് വീട്ടിലേക്ക് വന്നത്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, 2ഓ 3ഓ തേപ്പൊക്കെ കിട്ടിക്കോട്ടെ മക്കളെ, അവിടുന്ന് അങ്ങോട്ടാ നിങ്ങളുടെ ജീവിതം കിടക്കാൻ പോണ്. അതാദ്യം മനസ്സിലാക്കുക. ആരാ ഈ ഉപദേശിക്കുന്നതായിരിക്കില്ലേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് നിർത്തണ്ടളിയാ. അതുകൊണ്ട് എൻ്റെ പഞ്ചിന് വേണ്ടി പറഞ്ഞ താങ്ക് യു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, വെരി ഗുഡ്. പ്രജീഷ് ഒരു ആങ്കർ കൂടിയാണ്, സ്റ്റേജ് പെർഫോമർ ആണ്. വ്യക്തമായി സംസാരിക്കുന്നത് കേട്ടാൽ നമുക്കറിയാലോ, അയാൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു, നല്ല കൃത്യമായിട്ട് പറയുന്നു, കൺഫ്യൂഷൻസ് ഇല്ല. പാലക്കാടൻ ഭാഷയുണ്ട്, പുള്ളി അത് കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എന്നാലും ആ ഭാഷയിൽ നിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചില ആളുകൾ ഈ പ്രാദേശിക ഭാഷ ചില ആളുകൾക്ക് ഉണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പ്രാദേശിക ഭാഷ ഉണ്ടാവും. ഇത് യാതൊരു എന്താ പറയുന്നത്, ഒരു രച്ചിലോ ഒരു നമ്മൾ മുക്കലും മൂളലും ഒന്നുമില്ലാതെ വളരെ ഒഴുകി വരിക, ഒഴുകി ഒരു അരുവി ഒഴുകി വന്ന് കായലിൽ വന്നിട്ട് കടലിൽ പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു വായനയുണ്ടോ, പുസ്തകം വായിച്ചിരുന്നു സാർ. ഇപ്പൊ ഈ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുമ്പ് വായിച്ചിരുന്നു, പഠിക്കുന്ന കാലത്ത് ഡിപ്ലോമ വരെ. അത്യാവശ്യം ഭാഷ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കും. ഇതിൽ പറയുന്ന ഒരു സംഭവം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്നവർക്ക് അത് സുഖമായിട്ട് തോന്നുക എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷം, വേറൊന്നുമില്ല. അത് സാധ്യമായിട്ടുണ്ട്, സാധുകതമായിട്ടുണ്ട്. വരട്ടെ, അങ്ങനെ 3-4 പ്രേമങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലേ? 2 സാർ, 2 ഞാൻ നിർത്തി. 2 പിന്നെ ഇപ്പൊ ഈ ഒരു സ്റ്റേജ് ഷോ ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യത്തെ കുട്ടിയായിട്ടുള്ള ഒരു തേപ്പ് കിട്ടിയതിന് ശേഷം തന്നെ ഞാൻ വേറൊരു പ്രശസ്തമായ ഒരു ചാനലിൽ പോയിട്ട് ഒരു പരിപാടി ചെയ്തു. നിങ്ങൾ എല്ലാവരും തേപ്പ് കെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഒക്കെ ഒരു പ്രശ്നം വെച്ചാൽ, നിങ്ങൾ എനിക്കിവിടെ 1 സൈഡഡ് അറിയാൻ പറ്റുന്നില്ല. ആ കൊച്ചിനോടും കൂടെ സംസാരിക്കാണ്ട് എനിക്ക് അതിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ വരുന്ന പല സ്റ്റാൻഡപ്പ് കോമഡിയന്മാരും എന്നെ തേച്ചു എനിക്ക് ആ കൊച്ചിന്റെ ഭാഗം കൂടെ കേൾക്കണമെന്നുണ്ട് കേട്ടോ, അത് വിട്ടേര്. തീർച്ചയായും സാർ, സാറിന് ഞാൻ പേഴ്സണലി ആ കൊച്ചിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇപ്പൊ അവർ 2 പേരും കല്യാണം കഴിഞ്ഞ് ഒരു റൂം എടുക്കാം. തീർച്ചയായും എന്റെ അച്ഛനോട് മറ്റേ 1-ാം തീയതി കാര്യം നമുക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും വലിയൊരു വേദിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ലെജൻസിന്റെ കൂടെ എത്താൻ കഴിഞ്ഞത്, പ്രത്യേകിച്ച് ജനാർദ്ദൻ സാറിന്റെ ഒരുപാട് സിനിമകൾ, കാരണം എടുത്തു വെക്കാവുന്ന വില്ലൻ, കൊമേഡിയൻ, അതുപോലെ സ്വഭാവ നടൻ, ഞങ്ങൾക്കൊക്കെ സത്യം പറയാൻ സാർ ഒരു ഇൻസ്പിറേഷൻ ആണ് സാർ. ഞങ്ങള് കാരണം സാറിന്റെ ഏത് കാലഘട്ടമല്ല സാർ ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ സിനിമയിൽ കുറേശ്ശെ ആയിട്ടൊന്ന് മാറുന്നുണ്ടെങ്കിലും അതൊരു കുറവല്ല സാർ. കാരണം ഞങ്ങൾക്ക് സാറ് ഒരുപാട് നല്ല ഓർമ്മകൾ
കൂട്ടിവെക്കാൻ Already പറ്റുന്ന ചെയ്ത് സിനിമകൾ വെച്ചു, ഓൾറെഡി അല്ലേ? പ്രത്യേകിച്ച് കഥാനായകനിലെ ആ പട്ടാള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ഒരാള് സാറിന്റെ അപ്പുറത്തേക്ക് ആ ഒരു ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാൻ വേറൊരാളില്ല സാർ. സാർ സിനിമ മനസ്സിലായിട്ടുണ്ട്. കഥാനായകൻ ജയറാം സാർ ആ ഒരു പട്ടാളക്കാരനായിട്ട് മീശ മാത്രം വെച്ചിട്ട് ഒരു കുടുംബത്തിൽ ഒരൊറ്റാള്. സാർ അതിലെ പാട്ടിലെ വരികൾ ഓർക്കുന്നുണ്ടോ? അതിലെ പാട്ടിലെ വരികള് 0 ഡിഗ്രിയിൽ 20 അത് നിനക്കറിയാവോ? അത് നീ പാട്. ലിറിക്സ് ഞാൻ പറഞ്ഞുതരാം. 0 ഡിഗ്രിയിൽ 20 കൊല്ലം തോക്കും തോട്ടയുമേന്തി അതിർത്തിയിൽ നോക്കിയിരുന്നത് ലാക്കു പിടിച്ചത് കൊക്കിന് വെടിവെക്കാനല്ല, പല വർഷം തിന്നു മുടിച്ചത് ഈ നാടിന് നന്മയ്ക്ക്. കാവലിന് ഇവിടെ ഒരു നായില്ലേ മീനാക്ഷി, നിന്നുടെ നായർക്ക് ഗതി വന്നല്ലോ മതി സംബന്ധം. അതാണ് സാർ. 0 ഡിഗ്രിയിൽ 20 കൊല്ലം തൊക്കും നോക്കി പിടിച്ച് അതിർത്തിയിൽ നിന്നത് കൊക്കിനെ വെടിവെക്കാനല്ല, ഏകദേശം മീനാക്ഷി നിന്നുടെ നായർക്ക് ഗതി വന്നല്ലോ മതി സംബന്ധം. കലക്കി ഒരു കൈയുടെ എല്ലാരും കൊടുത്തേ. അങ്ങനെ ഞാൻ ജനാർദ്ദന്റെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡയാന എന്ന പുതിയ മിമിക്രിക്കാരിയും ആദ്യമായി അനുകരിച്ചത് ജനാർദ്ദന്റെ ശബ്ദമാണ്. അതിന് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഡയറക്റ്റ് കോച്ചിങ്. ഗുരുകുലത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കേട്ട് പഠിക്കാൻ പറ്റി. ഇനി നമ്മൾ 0 ഡിഗ്രിയിൽ തോക്ക് പിടിച്ചത് എന്നൊക്കെ പറയുമ്പം എത്ര പേർക്ക് പുതിയ പിള്ളേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ജനാർദ്ദൻ ചേട്ടൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ തോക്ക് പിടിച്ചതും ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് ചെയ്ത ശേഷമാണ് സിനിമയിലേക്ക് വന്നത്. അതറിയായിരുന്നു ഡയാനയ്ക്ക്? ഇല്ല, എനിക്കറിയില്ലായിരുന്നു സാർ. അങ്ങനെ ഒരു കഥയുണ്ട് അല്ലേ? അതൊരു കഥ. Thank you, Prijesh, for coming. നല്ല പെർഫോമൻസ് ആയിരുന്നു. വീണ്ടും വരിക. തീർച്ചയായും. മൂവിംഗ് ഓൺ ടു our next segment, the Excellence Award. എക്സലൻസ് അവാർഡ് സ്വീകരിക്കുവാനായി ഈ വേദിയിലെത്തുന്ന താരം ഹാസ്യകലാ രംഗത്തെ വിവിധ മേഖലകളിൽ കൈകടത്തി വിജയം വരിച്ച് തന്റേതായ ഒരു മുദ്ര ചാർത്തിയ, അതിൽ എടുത്തു പറയേണ്ടത് അനുകരണം, വൺ മാൻ ഷോ, അഭിനയം, ആലാപനം, സംവിധാനം, മാത്രമല്ല 15 മിനിറ്റ് കൊണ്ട് 202 സ്റ്റാറുകളുടെ അനുകരണം, ഇവയൊക്കെ സ്വായത്തമാക്കിയ കല കൊണ്ട് സമ്പന്നനായ കലാകാരൻ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ സതീഷ് കലാഭവൻ. സതീഷ് നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സതീഷ് കലാഭവന്റെ കാര്യം പറയുമ്പോൾ ഇവിടുന്ന് ബാക്കിലോട്ട് ഏകദേശം കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഭാഗത്ത് എവിടെയോ ഞങ്ങളുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. ഞാൻ സലീമേട്ടന്റെ ട്രൂപ്പിലാണ്. സലീമേന്റെ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന് വേണ്ടി ചെന്നിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് ഒരു പയ്യന്റെ മിമിക്രി. ഞങ്ങളൊക്കെ പ്രൊഫഷണൽ ട്രൂപ്പിൽ പോയ ആൾക്കാരാണ്. ഞങ്ങളെ ആർക്കും അറിയില്ല. ഞങ്ങൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഈ പരിപാടി കാണാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ പരിപാടി കാണാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഈ കർട്ടൻ പൊങ്ങി ഒരു പയ്യൻ ജുബ്ബൊക്കെ ഇട്ട് നിൽക്കുന്നു. ഈ പയ്യന്റെ പരിപാടി തുടങ്ങുമ്പോൾ ഈ പയ്യൻ അവതരിപ്പിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഫഷണൽ മിമിക്രി കണ്ടുമടുത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ എളിയ കലാകാരൻ അവതരിപ്പിക്കുന്ന ഒരു മിമിക്രി എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പ്രൊഫഷണൽ മിമിക്രിക്ക് പോയിരിക്കുന്നവരാണ്. ഇവൻ എന്തോ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ ധാരാളം ഒറ്റനവധി പ്രൊഫഷണൽ മിമിക്രികൾ കണ്ടു മടുത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു. അപ്പൊ എന്റെ ട്രൂപ്പിൽ ഒരുത്തൻ ഇത് ദേശീയ അവൻ എന്ത് വർത്താനാണ് പറഞ്ഞത്, അവനോട് ചോദിക്കണം. നമ്മൾ അങ്ങനെ പ്രൊഫഷണൽ മിമിക്രി കണ്ടു മടുത്തു എന്ന് വേറൊരു മിമിക്രിക്കാരൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് ഇവൻ വലിയ അസ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇവനെ ഇന്ന് ചീത്ത വിളിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള പോലെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, അത് ഒരുത്തനൊരു അവതരണം പറഞ്ഞതല്ല, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 1/2 മണിക്കൂർ ഇവൻ നിന്ന് പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞ് തീരാറായപ്പം ഇവനെ ചീത്ത പറയണമെന്ന് പറഞ്ഞവനോട് ഞാൻ പറഞ്ഞു, ഇനി അവൻ ചെയ്തതിന്റെ മേളിൽ ഫുൾ ട്രൂപ്പിന്റെ പരിപാടി എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. 1/2 മണിക്കൂറോളം ഇവൻ ഒറ്റയ്ക്ക് നിന്ന് പരിപാടി ചെയ്യുന്നെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 15 മിനിറ്റ് കൊണ്ട് 202 പേരുടെ ശബ്ദം സതീഷ് അനുകരിച്ച് റെക്കോർഡിട്ട സമയത്തും ജയറാമേട്ടനും സുരാജ് വെഞ്ഞാറമൂടും ഞാനുമാണ് സതീഷിനോടൊപ്പം അന്ന് സ്റ്റേജിലുണ്ടായിരുന്നത്. അത്രയും വലിയ വളർച്ചയാണ് അതിനുശേഷം സതീഷ് കലാലോകത്ത് കാണിച്ചിട്ടുള്ളത്. ഒറ്റ കഴിച്ചു വിട്ടാൽ എത്ര നേരം വേണമെങ്കിലും നിന്ന് ശബ്ദങ്ങൾ അനുകരിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭയാണ്. ഇപ്പം സംവിധാനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഷോ വടക്കേ ഇന്ത്യയിലൊക്കെ ചില ഷോകൾ പിടിച്ച് നമ്മളെയൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന ആളാണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള കലാകാരനാണ് സതീഷ്. എന്തൊക്കെയുണ്ട് സതീഷ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. പിന്നെ ഇങ്ങനെ നമ്മള് പിഷാരടി ഷോ ഒരു പ്രാവശ്യം 8 വർഷത്തിന് മുന്നാണ് UK നിറസന്ധ്യ പിഷാരടി ഷോ എന്നുള്ള ഒരു പേരിലാണ് അറിയണത്. അതിൽ എനിക്ക് അവിടെ നമ്മളൊരു 10-20 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ 8 വർഷത്തിന് ശേഷം പിഷാരടി ഷോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോയാണ് ഫൺസ് അപ്പോൺ എ ടൈം. വലിയ സന്തോഷം.
അതുപോലെ ജനാർദ്ദനൻ ചേട്ടൻ്റെ ഇവിടെ എപ്പിസോഡുകളിലും മിമിക്രിക്കാരിൽ നിന്ന് സ്ഥിരം കേൾക്കുന്നതാണ്, ജനാർദ്ദനേട്ടൻ്റെ ശബ്ദം ചെയ്യാണ്ട് ഒരു മിമിക്രിക്കാരൻ തുടങ്ങില്ല. MS തൃപ്പൂണിത്തുറയും ജനാർദ്ദൻ ചേട്ടനാണ് ആദ്യം തുടങ്ങുക. ഞാനും ആദ്യമായിട്ട് ശബ്ദം അനുകരിച്ചത് ചേട്ടൻ്റെ ശബ്ദമാണ്. അത് ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു മിമിക്രിക്കാരനില്ല. ഇല്ല. കേരളത്തിലൊരു മിമിക്രിക്കാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിമിക്രിക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിന് മുമ്പുള്ളവരായിരിക്കണം. ആ ബാച്ചിലുള്ളവരൊക്കെ ചിലപ്പം വേറെ പഴയ സാറോ അല്ലെങ്കിൽ അനുകരിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും നമ്മൾ പലതവണ പറഞ്ഞു ജനാർദ്ദന്റെ ശബ്ദമാണ് അനുകരിച്ചുള്ളത്. സതീഷിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം ഇപ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നല്ലോ, ഞാൻ തന്നെ സംവിധാനം ചെയ്ത് എഴുതി അഭിനയിച്ചു. ഞാൻ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു. കോവിഡ് കാലത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ, നമ്മളിങ്ങനെ മടിയനായി പോകുന്നു എന്ന് കണ്ടപ്പോൾ എഴുതി തുടങ്ങിയതാണ്. അതപ്പോൾ യാദൃശ്യമായി സംവിധാനം ചെയ്യേണ്ടി വന്നു. സുനിൽ സുഗത സാറും ഞാനും കൂടിയാണ് അത് ചെയ്തത്. അദ്ദേഹത്തിനൊപ്പം ഞാൻ ചെയ്ത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ പിഷാരടിയും വിളിച്ചിരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഒരു സിനിമ അങ്ങനെ മനസ്സിൽ ഒരു പൂവിട്ടിട്ടുണ്ട്, കായ ആയിട്ടുണ്ട്. അത് പൂവിടുമെന്ന് നോക്കാം. കായ വീണ് അടുത്ത വൃക്ഷമായി വളരെ സതീഷ് അതിനുള്ള സർവ്വ കഴിവുള്ള ആളല്ലേ. ജനാർദ്ദൻ നമുക്ക് അത്ഭുതം തോന്നുന്ന പ്രകടനമാണ്. കാരണം 200-202 ആളുകളുടെ സ്ക്രീനിൽ അവരുടെ പടം വന്നുകൊണ്ടേയിരിക്കും. ഒരു 5 സെക്കൻഡ് ഈ പടം മാറും. ഈ 202 പേരുടെ ശബ്ദവും തുടർച്ചയായി 15 മിനിറ്റ് കൊണ്ട് അനുകരിച്ച് റെക്കോർഡിട്ടുള്ള ഒരാളാണ് ഈ സതീഷ് എന്ന് പറയുന്ന ആള്. ഇപ്പോൾ ഒരു 1-2 സിനിമ ചെയ്തു. പ്രദീപ് പൂവൻകോഴി എന്ന് പറഞ്ഞ റോഷൻ സാറിന്റെ, അതിലും കണ്ടിട്ട് എന്നോട് പറഞ്ഞ 1-2 പേരിൽ ഒരാളാണ് വിഷു. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പിഷാരി ഷോ ആകുമ്പോൾ പിഷാരിനെ കുറിച്ച് കൂടുതൽ പറയാം. അതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കലാകാരന്മാരൊക്കെ പുതിയ കലാകാരന്മാർക്കാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൂടുതൽ അഭിനന്ദനം കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തൊരു സിനിമ ചെറിയ വേഷങ്ങളാണ്, ഇതൊന്നും പറയത്തക്കതല്ലെങ്കിൽ നമ്മൾ മിമിക്രിക്കാരൻ നൽകി തുടക്കക്കാരൻ നൽകിയൊക്കെ നമുക്ക് വലിയൊരു കാര്യം. പറയത്തക്കതല്ലാത്തൊരു വേഷം ഇല്ല സതീഷ്. അതെ അതെ, അത് നമുക്ക് പറയാം, നമ്മുടെ സന്തോഷമല്ലേ. അത് നമ്മൾ പറഞ്ഞില്ലേ പിന്നെ ആര് പറയാനാ. ഞാൻ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ സുരാജേട്ടൻ്റെ സിനിമ, സുരാജേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് അതില് സാറുണ്ട്. മാഹിയിലായിരുന്നു ഷൂട്ട്. സാറില്ല, അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ സാറ് വന്നിറങ്ങുമ്പോ ആ പാലത്തിന്റെ അവിടേക്കുള്ള ഓട്ടോറിക്ഷ ഞങ്ങളുണ്ട്. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ കൂമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജിത്തു ജോസഫ് സാറിന്റെ ഒരു ചെറിയ ഒരു വേഷം ചെയ്തു. അങ്ങനെ സിനിമകൾ ഇങ്ങനെ ട്രൈങ്. മിമിക്രിയുടെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് സതീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിമിക്രിയുടെ പുതിയ താരങ്ങളെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മള് KGF ഇവ ഏറ്റവും ട്രെൻഡാണല്ലോ. KGF നമുക്കറിയാം അത് ഒറിജിനൽ ശബ്ദമല്ല, അരുണാണ് ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ബാഹുബലിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, 202 ഉണ്ട്. അതിനുശേഷമാണ് KGF. അതിന് ചെറിയൊരു ടോൺ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ബാഹുബലിയുടെയും KGF ഇതിന്റെയും. നീ ചെയ്തത് തെറ്റ്. ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചവന്റെ കൈ വിരലുകളല്ല വെട്ടേണ്ടത്, തലയാണ്. മാമ, ആയുധം. ഇതായിരുന്നു ബാഹുബലിയിൽ നമ്മൾ കണ്ടിരുന്നത്. പിന്നെ KGFന്റെ വയലൻസ് 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 ഐ ഡോണ്ട് ലൈക്ക്, ഐ അവോയ്ഡ്, ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കാൻ അവോയ്ഡ്. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. നമ്മൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല, നമ്മൾ വേണം തടഞ്ഞു നിർത്താൻ. അപ്പൊ ഞാൻ ഇതിനിടയിൽ എന്റെ ഒരു ഗവേഷണത്തെ കണ്ടെത്തിയൊരു കാര്യം പറയാം. ഈ റോക്കി ബായ് ഉണ്ടല്ലോ, റോക്കി ബായ് ഇപ്പം പൃഥ്വിരാജും ലിസ്റ്റിനും കൂടെ ആണ് ഇവിടെ വിതരണത്തിന് എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ റോക്കി ബായിയുടെ ഒരു മോഡുലേഷൻ കേൾക്കുമ്പോ ഇടയ്ക്ക് നമ്മുടെ സുകുമാരേട്ടന്റെ ശബ്ദം ഈണമായിട്ട് തോന്നും. ആ ചെറിയ സാധനമുണ്ട്, വയലൻസ് വയലൻസ് വയലൻസ്, അയ്യോ പാവം, ഐ ഡോണ്ട് ലൈക്ക്. ഞാനും രവികുമാറും എല്ലാം ഒന്നിച്ചായിരുന്നു കോളേജിൽ, ബട്ട് വയലൻസ് ലൈക്സ് മീ. ഈ സാധനത്തിന് ഈ ഒരു ട്യൂണിങ്ങിന് ചെറിയൊരു സുകുമാരന്റെ ശബ്ദമുണ്ട്. ആ ട്യൂണിങ്ങിന് ഈ അരുണിന്റെ ശബ്ദം ഏകദേശം ഷമ്മി സാറിനെ നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പോ നീലാണ്ടാ ഇത് ഞാനാടാ, ഇതിന് ചെറുതായിട്ടൊന്നും മാറ്റിയ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. വേറെ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് പിന്നെ കഴിക്കാനുള്ളത്? ഇന്ദ്രൻ സേട്ടന്റെ പുതിയ വോയിസ്. ഈ കഥയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലടാ. സൗഹൃദങ്ങൾ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കാനുള്ളതല്ലേ, ആരെയും വേദനിപ്പിക്കാനുള്ളതാവണ്ട. എങ്ങനെയുണ്ടടാ മോനെ എൻ്റെ കഥ? നിനക്കിഷ്ടാവില്ലെന്നറിയാം.
എന്നിരുന്നാലും അതിൽ വാട്സപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് കൂടി പറഞ്ഞു നാടാ. ഇങ്ങനെ പരീക്ഷണങ്ങൾ നടക്കുന്ന കുറച്ച് നടന്മാർ ഇതൊക്കെയാണ്. പഴയ കൊട്ട പൊട്ടിച്ചാലോ? പഴയ കോട്ട പൊട്ടിച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്തു പോവാം. ഏതാ ഒന്ന് രണ്ടെണ്ണം? ഏതാ അന്ന് നമ്മൾ ചെയ്താണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും എൻ്റെ പ്രോഗ്രാം കണ്ടവരോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് നല്ല രസം. എന്ത് പറഞ്ഞാലും ചെയ്യും കേട്ടോ, ആരെ പറഞ്ഞാലും ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ ഈ ജനാർദ്ദനൻ ചേട്ടൻ്റെ എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും ഞാനൊക്കെ ചെയ്ത് നമ്മളൊക്കെ ചെയ്യുന്ന വോയിസ് പണ്ടുള്ള വോയിസും പിന്നീടാണ് കൊമേഡിയൻ ആയത്. അപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറേ സിനിമകളിലെ കുറച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സത്യാവേ അറിഞ്ഞില്ലേ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആയത്. ആർക്കാ നന്നായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാ? വേണ്ട വേണ്ട, നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഇത് കഴിഞ്ഞിട്ട് നിനക്ക് അടുത്തത് തരാം. സതീഷേട്ടാ, യുവതാരനിരയില് ആരെയൊക്കെ ചെയ്യും? യുവതാരനിരയിൽ നമുക്ക് പൃഥ്വിരാജിന്റെ ശബ്ദം ചെയ്യാം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഈ 3 പേരുമാണ് എന്റെ ഹീറോസ്. ഈ 3 പേരും പൊരുതി തോറ്റവരാണ്. യു സീ ദി ആനി ഡോണ്ട് യു. അതുകൊണ്ട് പൊരുതി തോറ്റങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്ന എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ആൾവേസ് പ്ലേ ടു വിൻ. വാട്ട് യു സേ? അദ്ദേഹത്തിന്റെ തന്നെ ചേട്ടനെയും നമുക്ക് ഇന്ദ്രിയത്ത്. എന്താണ് നിന്റെ പേര്? വട്ടപ്പേര് പറടാ. മീശ മാധവൻ. കേൾക്കാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിന്റെ ഈ മുഖത്ത് മീശ ഉണ്ടാവാൻ പാടില്ല. വടിച്ചേച്ച് വന്നേക്കണം. 10-20 വർഷമായില്ലേ നമ്പൂരിച്ച സർവീസിൽ കയറിയിട്ട്. എന്നിട്ട് എങ്ങനെയാണോ ഒരു പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഇങ്ങ് മാറുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വേദിയിൽ എത്തിയതിൽ. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് ജനാർദ്ദനൻ സാറിനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ സതീഷ് കലാഭവൻ, ഞങ്ങളെല്ലാം മിമിക്രി, മിമിക്സ് പരേഡ്, കോമഡി പരിപാടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ചെറിയൊരു വർഗ്ഗബോധം ഞങ്ങൾ തമ്മിലുണ്ട്. കാരണം ഞങ്ങളൊക്കെ ചെറിയ വൺമാൻ ഷോക്കാരായിരുന്നു. കൂട്ട് കൃഷിയേക്കാൾ കൂടുതൽ ഒറ്റയ്ക്ക് നിലമ്പൂർ കാട്ടിൽ തേക്ക് വളരുന്ന പോലെ തന്നെ വളരാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ഗാനമേളകളുടെ ഇടവേളകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അത്തരത്തിലൊരാൾ കൂടെയാണ് സതീഷ് എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. സതീഷ് അവിടെ നിന്നും തൻ്റെ അധ്വാനം കൊണ്ട് എപ്പോഴും മിമിക്രിയിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തി, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഒരു കലാകാരനാണ്. സതീഷിനോടൊപ്പം പല സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സതീഷിന്റെ പല പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കലാകാരന്മാർക്കും നമുക്ക് ഉത്തരമറിയാത്തൊരു കാര്യമുണ്ട്. ഇന്ന് നന്നായ അതേ പരിപാടി നാളൊരു വേദിയിൽ അത്ര നന്നാവാതിരിക്കും. ഇന്ന് ചിരിച്ച അതേ തമാശയ്ക്ക് നാളൊരു വേദിയിൽ അത്ര ചിരിക്കാതിരിക്കും. അതിന്റെ കാരണം ഇന്നും വ്യക്തമല്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കലാകാരന്റെ പ്രകടനം ഞാൻ ഏതെല്ലാം വേദികളിൽ കണ്ടിട്ടുണ്ടോ ആ എല്ലാ വേദികളിലും ഒരേപോലെ ആളുകൾ കൈയടിച്ച് ആസ്വദിക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സതീഷ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ വലിയ സന്തോഷം. അദ്ദേഹത്തിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ആദരവ്. ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്താം. ഇന്ന് പെർഫോം ചെയ്തവർ ഗാംഗുലി ആൻഡ് പ്രജീഷ് വർമ്മ. ഇരുവരെയും സ്റ്റേജിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഗാംഗുലി, പ്രജീഷ് വർമ്മ 2 മികച്ച പ്രതിഭകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ തമാശകൾ പറഞ്ഞതും ചിരിപ്പിച്ചതും. 2 പേരുടെയും പ്രകടനം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. 2 പേരുടെയും അവതരണം കൂടെ കണക്കാക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രജീഷ്. ചിരി
ചിരി മുഹൂർത്തങ്ങളും സന്തോഷവും നിറഞ്ഞ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം. Until then, bye bye.